ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരുടെ ഉള്ളത്തിൽ ഇത് ആത്മാവൊന്ന് കൈമാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഞാനൊരു ദൂത് പറയുകയാണ്. യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയി. എല്ലാവരും പറഞ്ഞു ഈ പ്രസ്ഥാനം തീർന്നുപോയി. സ്തോത്രം. യേശുവിടെ പുള്ളി മരിച്ചു പോയി. ശിഷ്യന്മാർ പറഞ്ഞു ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നടക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്കും വിശ്വാസം ഇല്ല എന്നുള്ള കാര്യം സത്യം. അപ്പൊ നാട്ടുകാർ ചോദിച്ചു, അങ്ങനെ കൂടെ ഒരു 12 പേരെ എപ്പോഴും ചുറ്റി പറ്റി നടക്കുന്നുണ്ട്, അമ്മാരെ കേടാൻ. അപ്പോൾ ഒരാൾ മുഖം ഇങ്ങനെ കൂട്ടിട്ട് പറഞ്ഞു, ഒരു തൂങ്ങി ചത്തന്നാണ് കേട്ടതെന്ന്. എന്നതാ വെറുതെ തൂങ്ങി ചത്തന്നാണ് കേട്ടത്. അപ്പൊ പറഞ്ഞു, ഒരുത്തൻ ഇപ്പോഴും ചാടി തുള്ളി കർത്താവിന് കൂടെ നടന്ന ഒരുത്തൻ പത്രോസ് ആ പുള്ളി കേടാണ്. അപ്പൊ പറഞ്ഞു, ഞാൻ ഇന്നലെ തിരുയാസിൽ വരുമ്പോ പുള്ളി നീ പിടിച്ചോണ്ട് അവിടെ നിൽക്കുന്ന കാണുന്നത്. സ്തോത്രം. ബാക്കിയുള്ളവരുടെ എവിടെ അറിയത്തില്ല, ആരെയും കാണുന്നില്ല. നാട്ടുകാർ മുഴുവൻ പറഞ്ഞു പൈശാചിക ലോകം ആർത്തട്ടഹസിച്ചു, ഇത് തീർന്നു പോയെന്ന്. എല്ലാം തീർന്നു പോയെടുത്തുന്ന ചിലതിനെ ശേഖരിച്ചുകൊണ്ട് മുറിക്കാത്തുകൊണ്ട് ഇരുത്തിയിട്ടുണ്ട് ദൈവം. അതിനകത്ത് എനിക്ക് ചിലത് തുടങ്ങാനുണ്ട്. പൈശാചിക ലോകമേ, നീ തീർന്നെന്ന് പറഞ്ഞെടുത്ത് എനിക്ക് അടുത്തൊരു ജനറേഷനെ ഏൽപ്പിക്കാനുണ്ട്. നിങ്ങൾ നല്ല രാമൻ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ചതറിപ്പോയെന്ന് പറഞ്ഞെടുത്ത നീ പിന്മാറ്റക്കാരനും ഉഴപ്പനെന്നൊക്കെ പറഞ്ഞ പത്രോസ് ഉണ്ടല്ലോ, എനിക്ക് അവന്റെ മേൽ തന്നെ ആത്മാവിനെ അയച്ചിട്ടുണ്ട്. ആമേൻ പറ. സ്തോത്രം. എനിക്ക് ദേശത്തിന്റെ കെട്ടിലെ പൊട്ടിക്കാനുണ്ട്. ഞാനിന്ന് രാത്രി ഇങ്ങനെ പറയുകയാണ്, പറയാൻ ആത്മാവ് നിർബന്ധിക്കുന്നു. ഇവിടെ ശുശ്രൂഷയ്ക്ക് വരുന്ന ഒരാളെ കൊണ്ടല്ല ദേശത്തെ കെട്ട് പൊട്ടിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മേൽ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിച്ചിട്ട് അവരിൽ തന്നെ ദേശത്തിന്റെ ശക്തിയെ പൊട്ടിക്കുന്ന ഒരാത്മ വെളിപ്പാട് ഇന്ന് രാത്രി ഞാൻ ആത്മാവിനെ കൈമാറി ഈ ദേശത്തിന്റെ സ്വാധീനത്തെ ആത്മാവിന് വെട്ടി ജയിക്കുന്ന ഒരു തലമുറ ഇതിനെ കണ്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിച്ച സമയമാണ്. ഈ ബലഹീനനായ പത്രോസ് ആത്മശക്തി പ്രാപിച്ച് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന മുടന്തൻ ഇരിപ്പുണ്ടാവും കേട്ടോ. പുള്ളി കുറെ നാളായി അവിടെ ഇരിക്കുന്നു. നാട്ടുകാർക്കെല്ലാം പരിചിതനാണ്, ഗ്രാമ്യമാണ്. ദിനംപ്രതി അവരെ ഇരുത്തുമാറുണ്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നാട്ടുകാർക്കെല്ലാം അറിയാം, മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. പത്രോസ് അവന്റെ അടുത്തൂടെ വന്നു. അടുത്തൂടെ വന്നപ്പോൾ ഇവ സാധാരണ നോക്കുന്നത് മേലോട്ട് നോക്കി എന്തെങ്കിലും തരണേ എന്നാണ്. സ്തോത്രം സ്തോത്രം. പത്രോസ് പറഞ്ഞു, നീ ചിന്തിക്കുന്നതൊന്നും എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിൽ വേറൊരു സാധനമുണ്ട്. എനിക്ക് വേറൊന്ന് തരാനുണ്ട്. വെള്ളിയും പൊന്നും എനിക്ക് തരാനില്ല, പക്ഷെ എൻ്റെ കയ്യിൽ നസ്രയനായ യേശു. രാമേ പറയാം. ഓ ഹല്ലേലൂയ. രാമേ പറയാം. രാമേ പറ. നസ്രയനായ യേശു. സ്തോത്രം സ്തോത്രം സ്തോത്രം. അത് പറഞ്ഞിട്ട് അടുത്ത പോലെ ശ്രദ്ധിക്കണം. അതും പറഞ്ഞിട്ട് അവൻ കൈ നീട്ടി. രാമേ പറ. അവൻ കൈ നീട്ടി മറ്റവന്റെ കയ്യെ പിടിച്ചു. രാമേ പറ. ഒരു അഭിഷേകമുള്ളവന്റെ വ്യാപനത്തിന് ദൈവശക്തിയാണ് പറയുന്നത്. ഇന്നലെ വരെ നീ ആരായിരുന്നു എന്നുള്ളതിവിടെ പ്രശ്നമല്ല, പക്ഷെ കാത്തിരുന്ന ദൈവ സാന്നിധ്യത്തെ നീ പ്രാപിച്ചാൽ അവൻ ഇതുവരെ പിടിക്കാത്ത ചിലതിന് നിന്റെ കൈ കൊണ്ട് പിടിക്കുമ്പോൾ അവൻ ഉടനെ എഴുന്നേറ്റത് പോലെ കണ്ട് ചില വിടുതലുകൾ നിന്റെ കൈയിലൂടെ ചെറിയടിക്കാൻ.
ഉണ്ട്. ആണോ? അഭിഷേകമുള്ള ഒരാള് തൊട്ടാൽ ശക്തി അങ്ങോട്ട് കൈമാറുമെന്ന് ഞാനിന്ന് രാത്രി പറയുകയാണ്, ഈ ഉപവാസ പ്രാർത്ഥനകൾ ഇവിടെ അവസാനിക്കുമ്പോൾ ചിലരുടെ ശരീരത്തിന്റെ മേലുള്ള ദൈവസാന്നിധ്യം ഇറങ്ങി വരും. അവരെന്തെങ്കിലും തൊട്ടാൽ, അവരെന്തെങ്കിലും പറഞ്ഞാൽ, പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ ഇനി എന്തെങ്കിലും തൊട്ടാലുണ്ടല്ലോ, ഇനി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, അത് അന്തരം തന്നെ നടക്കത്തക്കത് ഒരു ആത്മാവിന്റെ ചലനം യേശുവിന്റെ നാമത്തിൽ ഞാനിവിടെ കൈമാറ്റം ചെയ്യുകയാണ്. ഞാൻ മനസ്സിലാക്കിയത് ഒരാത്മജ്വലനത്തിനകത്ത് നിന്നിട്ട് ഓടിച്ചെന്ന് ഒരാളെ തൊട്ടാൽ അവൻ കസേര എടുത്ത് മറിക്കുന്നതാണ്. ആ ശക്തിയുടെ വലിപ്പം എനിക്കറിയത്തില്ല, പക്ഷെ തൊടുന്നവന്റെ മേൽ അവന്റെ മേൽ ഇത് പവർ അടിക്കുന്നവരടിക്കും. യേശുവിന്റെ നാമത്തിൽ ഞാനെന്താ പറയുന്നു, നിന്റെ ശരീരത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ നിന്റെ ശരീരത്തിന്റെ മേൽ ചില മുടന്തന്മാരെ എഴുന്നേൽപ്പിക്കുന്ന നിലയിൽ ഒരാത്മമണ്ഡലം ഇതിനകത്ത് തുറക്കപ്പെടേണ്ട. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്റെ സമയം പറഞ്ഞു, ഞാൻ ഈ ശുശ്രൂഷ എവിടെ തുടങ്ങിയെന്നറിയോ? എന്റെ വീട്ടിൽ തുടങ്ങിയത്. ഈ ശുശ്രൂഷ എന്റെ വീട്ടിലാണ് തുടങ്ങിയത് ആദ്യം. സ്തോത്രം. ഞാനൊരു ഉദാഹരണം, പല കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയാം. എന്റെ മോന് ശ്വാസം മുട്ടൽ വന്ന് ഇങ്ങനെ ഫിക്സ് വന്ന് കണ്ണു പറഞ്ഞു പോകും കുഞ്ഞിലെ. വണ്ടി പുതിയ പ്രവർത്തന സ്ഥലത്തൊക്കെ വയറുമ്പോൾ വണ്ടിയുമില്ല, വള്ളവുമില്ല, കാശുമില്ല. കാസർഗോഡ് പൈനൂർ വർക്ക് ചെയ്യുക. ഒരു പഞ്ചായത്തിലൊരു സഭ പോലും ഇല്ല, ഒരു പഞ്ചായത്തിലൊരു സഭ പോലും ഇല്ല. അവിടെ പോയി ഒരു വേല തുടങ്ങി. അവിടെ വേല ചെയ്യുമ്പോൾ അസാധാരണ പോരാട്ടം. സ്തോത്രം. കുഞ്ഞിന്റെ കണ്ണടക്കിടയ്ക്ക് രാത്രി മറിഞ്ഞു പോകും. കയ്യിൽ കാശുണ്ടെങ്കിലല്ലേ ആശുപത്രി പോകും. കുഞ്ഞിനെ എടുത്ത് മടിയിലോട്ട് കിടന്നു 10 സ്തോത്രം കൊണ്ട് കുഞ്ഞിന്റെ തലയിലെ വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങോട്ട് മറിഞ്ഞു പോകുന്ന കണ്ണ് തിരിച്ച് ഇങ്ങോട്ട് വരുന്നത് കാണും. അന്നേരം എനിക്ക് മനസ്സിലായി, എന്റെ മേൽ ദൈവകൃപ വെളിപ്പെട്ടിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ അത് പറയാൻ തുടങ്ങി, അത് പ്രസംഗിക്കാൻ തുടങ്ങി, അത് ആളുകളെ കൈവെക്കാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അവൻ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയെ നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ടെസ്റ്റ് ചെയ്ത് നോക്കുക. സ്വന്തം ശരീരത്തിൽ നിന്ന്, സ്വന്തം കുടുംബത്തിനകത്ത് നിന്ന് നീ ഒന്ന് കരം വെച്ച് പ്രാർത്ഥിച്ചു നോക്കുക. ദൈവത്തിന്റെ കരം ചലിക്കുന്നത് നിനക്കറിയാം, അറിയാം, അറിയാം. ഞാൻ എന്റെ സഭയിലേക്ക് ഇപ്പോഴും പറയും, പണ്ട് പറയും, പറയും, തോട്ടത്തിൽ പിടിച്ചൊന്നും ഭാഷ പിടിക്കുന്നുണ്ട്. ഭാഷയെ പ്രാർത്ഥനയ്ക്ക് വിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, വിളിക്കുന്നവരെ വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ നീ ആത്മാവിൽ കരം വെക്കുന്നത്, നീ ആത്മാവിൽ കരം വെക്കണം. ഒരാമയാണ്. സ്തോത്രം, സ്തോത്രം. ഈ ഭാഷമാരുടെ വ്യാപരിക്കുന്ന ആത്മാവ് തന്നെയാണ് നിങ്ങളുടെ പേര് വ്യാപരിക്കുന്നത്. ഒരാമയും പറ. യേശുവിന്റെ നാമത്തിൽ ജയം എടുക്കുകയും അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്ക് സിസ്റ്ററെ, അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്ക്. ദൈവത്തിന്റെ അടയാളങ്ങൾ കാണിക്കുന്നുണ്ടോ? അടുത്ത തലമുറയിൽ നിന്നുള്ള ദൈവത്തിന് ആവശ്യമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഒരു ജനറേഷൻ നിന്ന് പോകുമ്പോൾ അടുത്തൊരു ജനറേഷന് ദൈവത്തിന് ആവശ്യമുണ്ട്. വില കൊടുക്കുന്ന ഒരു ജനറേഷന്, കരയുന്ന ഒരു ജനറേഷന്, ദൈവിക സ്പർശനത്തെ ശരീരത്തിന് ആത്മാവിൽ പറയുന്ന ഒരു ജനറേഷന് ദൈവത്തിന് ആവശ്യമുണ്ട് കേട്ടോ. വിട്ടുകൊടുക്കും, വിട്ടുകൊടുക്കും. യേശുവിന്റെ നാമത്തിൽ
കാസർഗോഡ് വിടുതൽ നടക്കും. അപ്പൊ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കിന്റെ പവർ നിങ്ങൾ കണ്ടോ? യേശു പറഞ്ഞു, യേശുവിന്റെ അടുത്ത സദാശിവൻ പറഞ്ഞു, ഈ ഒരു വാക്ക് കൽപ്പിച്ച എന്റെ ബാല്യക്കാരന് ഇവിടെ പറഞ്ഞാൽ അവിടെ വിടുതൽ നടക്കും. ഒരാളെ പറഞ്ഞു എഴുന്നേറ്റല്ലോ നേരത്തെ 9 മണി. യേശുവിന്റെ നാമത്തിൽ നമ്മൾ ആത്മാവിൽ സഞ്ചരിക്കണം, ആത്മീകരായിരിക്കണം, ത്യജിക്കേണ്ടതിനെ ത്യജിക്കണം, വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയണം, പിശാച് കൊണ്ടുവരുന്ന വിത്തുകളെ ആത്മാവിൽ എടുത്തു കളയണം. ഒരാളെ പറ യെസ്. ഒരല്പം നേരം ഒന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ ആത്മീക മനുഷ്യൻ ഇന്ന് രാത്രി എന്ന ശക്തി പ്രാപിക്കട്ടെ. ഈ ആലയത്തിന്റെ ഗേറ്റ് തുറന്ന് ഇങ്ങോട്ട് വന്നതുപോലെയല്ല, നീ തിരിച്ചിറങ്ങുമ്പോ നീ വ്യത്യസ്തനായിട്ട് ഇറങ്ങണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അതെ, വ്യത്യസ്തനായിട്ട് ഇറങ്ങണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ആത്മാവിൽ നിന്ന് സ്വതന്ത്രപ്പെടുത്തി തുടങ്ങിയ അതെ, എന്റെ കരങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കണം, എന്റെ വാക്കുകളിൽ ദൈവശക്തി വ്യാപരിക്കണം, എന്റെ ശരീരത്തിൽ ദൈവസാന്നിധ്യം വ്യാപരിക്കണം. യെസ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം, അഭിഷേകമുള്ള ഒരാൾ ഇങ്ങനെ അടുത്ത് നിന്നാൽ ഉണ്ടോ? ഉണ്ടോ? അഭിഷേകമുള്ള ഒരാൾ ഇങ്ങനെ അടുത്ത് നിന്നാൽ ഇടത്തോട്ടും വലത്തോട്ടും നിൽക്കുന്ന ആളുകളുടെ മേൽ അതോ ഇതൊക്കെയാ ബന്ധപ്പെട്ട് ഒരു നിയോഗം. എല്ലാവരും ഒന്ന് ശാന്തമായി, ആരും സ്തോത്രം ഒന്നും പറയണ്ട, ഒന്നും മൗനമായി ദൈവസ്ഥാനത്തിന് വേണ്ടി ലഭിച്ചോട്ടെ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കല്ല, തീർത്തും ഏകാഗ്രതയോടെ കർത്താവേ അവിടുത്തെ സാന്നിധ്യം എന്റെ ശരീരത്തിലേക്ക്. നിങ്ങൾ പ്രതികരിക്കണമെങ്കിൽ പ്രതികരിക്കാൻ പരിശുദ്ധാത്മാവിനോട് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലൂടെ നിങ്ങൾക്ക് വാ തുറക്കണം, തോന്നുന്നെങ്കിൽ വാ തുറക്കാം. ഉള്ളിൽ ആത്മാവ് തള്ളുന്നെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്. ആത്മാവ് തള്ളോ ശക്തമായി ഒരു വലിയ മൂവിങ് ഇവിടെ നടക്കുന്നുണ്ട്. ബഹളങ്ങൾക്ക് അപ്പുറത്ത് ഒരു മൂവിങ് ഇവിടെ നടക്കുന്നുണ്ട്. ശരീരത്തിൽ നന്നായിട്ട് അറിയുന്നു. ഈ ആലയത്തിനകത്ത് നിറങ്ങുന്ന മഹത്വത്തെ ഞാൻ എൻ്റെ ശരീരത്തിൽ അതുപോലെ അറിയുന്നു.
Ora kabadia bo. Atura masikia. Vedia na ha. Pasudabale. 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 Ha. Jadi mas pada dulu പറയാം. അത്രയും വിട്ടുകൊടുക്കുക. ശരീരം വിട്ടുകൊടുക്കുക. മനുഷ്യ
കർത്താവ് പറഞ്ഞു, എതിരെയുള്ള ഗ്രാമത്തിൽ എനിക്ക് ആവശ്യമുള്ളത് കെട്ടപ്പെട്ട് കിടപ്പുണ്ട്. ഒരാമേ പറഞ്ഞു. അതിൻ്റെ ഒരു വെളിപ്പാട് എന്താണെന്നറിയോ? ഒരു കഴുതയുണ്ട്, ഒരു കുട്ടിയുണ്ട്. കഴുതയെ കെട്ടിയിട്ടുണ്ട്, കുട്ടിയെ കെട്ടിയിട്ടില്ല. തള്ളയുടെ കെട്ടഴിച്ചാൽ കുട്ടി അതിൻ്റെ കൂടെ ഇങ്ങ് പോയി. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. കെട്ടപ്പെട്ട തള്ളയുടെ ചുറ്റും കുട്ടി കിടന്ന് കറങ്ങുക. തള്ളയുടെ കെട്ട കഴിഞ്ഞാൽ പിള്ളേരുടെ കെട്ടുവഴി. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നമ്മൾ വിടുവിക്കപ്പെട്ടാൽ നമ്മുടെ കുടുംബം മുഴുവൻ വിടുവിക്കപ്പെടും. നമ്മുടെ കുടുംബം വിടുവിക്കപ്പെട്ടാൽ നമ്മുടെ സഭ വിടുവിക്കപ്പെടും. നമ്മുടെ സഭ വിടുവിക്കപ്പെട്ട ദേശം വിടുവിക്കപ്പെടും. എനിക്ക് ശുശ്രൂഷയ്ക്ക് അവസരം തന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും ദൈവസഭയോടും ഞാൻ നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓർക്കുമ്പോഴൊക്കെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വേലയിൽ പിന്നെ വർദ്ധിച്ചു വരാം. കർത്താവ് കൃപ നൽകട്ടെ. നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിന് വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുക. കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുകയും കർത്താവ് നിങ്ങളെ എല്ലാവരും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും